എവിടെയാ? ഒരു ഓഷോ എഴുതിയൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് സ്ഥിരം പ്രാർത്ഥനയും സ്ഥിരം പരാതിയായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം. ആര്? ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഒളിച്ചു. അവിടെ എല്ലാം ഇവൻ അന്വേഷിച്ചെത്തി. അവസാനം ദൈവത്തിൻ്റെ സഹോദരായ ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു സൂത്രം, മനുഷ്യൻ ഒരിക്കലും അന്വേഷിക്കാത്തൊരിടമുണ്ട്, അവിടെ പോയി ഒളിക്ക്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. അതെവിടെയാ? ഓൻ്റെ ഹൃദയത്തിൽ പോയി ഒളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പോയി. ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കി ഓടുക. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോൾ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ ലൈക്ക് അടിക്കുന്ന വിരൽ, ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ഈ വിരൽ തൊഴുമ്പോൾ ആ വിരലല്ലേ പ്രധാനം. അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത്? ഇങ്ങോട്ടാ? ഇവിടെയല്ലേ? ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. അതാ തൊഴുതാ ഇങ്ങനെയില്ലേ, മേലെ കാവിലും താഴെക്കാവിലും. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഇവിടെ ഉത്സവം നടത്തണം. ഈ ഹൃദയത്തിൽ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കേ, ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്കേ. അവിടെയാണ് തിരുഹൃദയം, അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത്. രാമ രാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം വലുതാവാനല്ല. രാമ രാമ എന്ന് ജപിക്കുന്നത് രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീദ്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ എന്ന് വായ പൂട്ടുന്നു. രാമ രാമ മന്ത്രത്തിൻ്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല. മനസ്സിലായോ? ഒന്നും അറിയില്ല. ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക. ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ? ഹരിവരാസനത്തിൻ്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ